Welcome everyone to Asian Bachelor's Kitchen Season 3 powered by DAC and Person. അങ്ങനെ കുക്കിംഗ് മാമാങ്കം ഇങ്ങനെ ഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാച്ചിലേഴ്സ് ഒക്കെ ഇപ്പൊ എന്ത് കിടിലം കുക്കുകളാണെന്നറിയോ? പല റെസ്റ്റോറന്റുകളിലും അവരുടെ ഡിഷുകൾ കൊഴുത്ത ചിക്കൻ സ്റ്റൂ എന്നുള്ള പേരിൽ വരെ വന്നു തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. ഏതായാലും നമ്മുടെ ഷെഫിന് ഇപ്പൊ കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ ബാച്ചിലേഴ്സിനെ വീണ്ടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി ബ്ലൂ ടീം ആൻഡ് ദി റെഡ് ടീം. റെഡ് ടീം വിവേക്, ലിൻജോ, വെൽക്കം വെൽക്കം. ഇനിയിപ്പോ അങ്ങനെ പേര് മാറ്റുന്നതിനുള്ള അങ്ങനെ ഒരു ചീത്ത പേരുണ്ട്. എല്ലാരും വിളിക്കാറുണ്ടോ? എന്തൊക്കെയായിരുന്നു റെനിൽ? എന്തായിരുന്നു കുട്ടിക്കാലത്തുള്ള ഇരട്ട പേരുണ്ടായിരുന്നു? വട്ടപ്പേര് പറയടാ. എന്തായിരുന്നു റെനിലിനെ വിളിച്ചിരുന്നത് കുട്ടിക്കാലത്ത് സ്കൂളിൽ വിളിച്ചിരുന്നത്? ഇല്ല. സത്യമാണോ? ഇല്ല, സത്യമായിട്ടും. ഇത് കണ്ടോണ്ടിരിക്കുന്ന റെനിലിന്റെ സുഹൃത്തുക്കള് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യും, എനിക്ക് മെസ്സേജ് അയക്കും. ഇപ്പൊ പറഞ്ഞ രക്ഷപ്പെടാം. സത്യമായിട്ടും. എനിക്ക് പല പേരുകളുണ്ട്. അത് പലപ്പോഴും വിളിക്കാൻ പറ്റാത്ത, വെളിയിൽ പറയാൻ കൊള്ളില്ലാത്ത പേരുകളൊന്നും അതല്ല. എനിക്ക് അങ്ങനെ ആണുമാരൊന്നുമില്ല. എന്റെ പേര് ഇങ്ങനെ ഒരു വെറൈറ്റി പേരായത് കാരണം പലർക്കും വിളിക്കാൻ പറ്റില്ല. അപ്പൊ അത് വേറെ പേരായി പോലെ. ഞാൻ പാലക്കാട് ചിറ്റൂര്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് വരും, ഗേൾസ് ഹൈ സെക്കൻഡറി സ്കൂൾ. പക്ഷെ അവിടെ UP സ്കൂൾ വരെ ബോയ്സ്. അവിടുന്ന് തുടക്കം. പിന്നെ 4ാം ക്ലാസ് ആയപ്പോ പുരുഷനായിട്ട് അംഗീകരിച്ചു. കോളേജ് പോളിടെക്നിക്കിലാണ് പഠിച്ചത്. പാലക്കാട് പോളിയിൽ നിങ്ങൾ എന്തായിരുന്നാലും ഒരുപാട് പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് ഉണ്ട്. അങ്ങനെയാണ് പേര്. പല പേരുകളുണ്ട്. ലെല്ലേന്ന് വിളിക്കും, എലിന്ന് വിളിക്കും, അങ്ങനെ പല പേരുകൾ വിളിക്കും. ലിഞ്ചു എന്തായിരുന്നു പേര്? എന്റെ ലിഞ്ചപ്പൻ എന്നാ വിളിക്കുക. അതിന് എനിക്കൊന്നും പറയണ്ട. അത് അവനെ തന്നെ വിളിക്കുന്ന പേരല്ല. അല്ല, അത് ആക്ച്വലി എന്നെ കുറച്ചുപേര് വിളിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊരു പേരിടുക, നല്ല പേരിടൂലേ, ലിഞ്ചപ്പൻ എന്നൊക്കെ ഇടൂ. അല്ല, അത് ഇത്തിരി ക്യൂട്ടായിട്ടാണ് തോന്നി കാണാ. ആ പേരിലാണ് ഇപ്പം അങ്ങനെ. കോളേജ് കുറുവിലങ്ങാട് ദേവമാതയിലാണ്. പിന്നെ PG ചെയ്തത് മാറഗസിനോസ് രാമപുരം. അവിടെയൊക്കെ എല്ലാവരും ലിഞ്ചപ്പൻ എന്നാണ് വിളിച്ചത്. അല്ല, അവിടെ ആരും ലിഞ്ചപ്പൻ വിളിച്ചിട്ടില്ല. അവിടെ ഇരട്ട പേര് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ ഡീസന്റ്. വിവേകിനോ? എനിക്കങ്ങനെ ഇല്ല. വളരെ മോശം കുട്ടിക്കാലമൊക്കെ ആയിരുന്നു. അപ്പോ വിവേകിന്റെ ഇന്നൊരു പാട്ട് നമുക്ക് എന്തായാലും കേട്ടേ. തീർച്ചയായും. വിവേകിന്റെ ദേവാംഗനങ്ങൾ ഒന്ന് കേൾക്കണ്ടേ? തീർച്ചയായും. അല്ലേ മൈക്ക്? അപ്പൊ ഇനി അതെ, ഈ പാട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ പെട്ടെന്ന് എടുത്ത് പാടാൻ പറ്റുന്ന പാട്ടല്ല. പുള്ളിക്ക് ഒന്നൊന്ന് തയ്യാറെടുക്കാൻ ഒരു സമയം വേണം. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും കുക്കിംഗ് സ്റ്റേഷനുകളിൽ സ്വാഗതം ചെയ്യുന്നു. മൈക്ക് കൈ വെച്ചോ. ഈ പാട്ട് പാടിയായിരിക്കും നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ. ലിസ്റ്റ് എഴുതുന്നതിന് മുമ്പേ പാട്ടുണ്ടാവും. പോയി ചെന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചോ. വെൽക്കം വെൽക്കം. ഇനി വെൽക്കം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ കുക്കിങ്ങിനെ മുഴുവൻ മെന്റർഷിപ്പ് കൊടുക്കുന്ന, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പല റെസ്റ്റോറൻറ്റുകളുടെയും കൺസൾട്ടന്റ് ഷെഫ് ആയിട്ടുള്ള, വെസ്റ്റേൺ കുക്കിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ റെസിഡന്റ് ഷെഫ്. ലെറ്റ്സ് വെൽക്കം ഷെഫ് ജിനു. ബിൽഡപ്പ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. സന്തോഷമായി. ഞാൻ പോവാ തിരിച്ച്. പോലെ നമുക്കിനി ഇവിടെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കണ്ടേ ഇവരെ? അതിനൊക്കെയുള്ള സമയം കിടക്കൂല്ലേ? എങ്ങനെയുണ്ട് ഷെഫിന് റെസ്പോൺസ്? എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടിയുടെ റെസ്പോൺസ്? അടിപൊളിയാണ്. വളരെ റെസ്പോൺസ് ആണോ ഇവിടെ കാണുന്നത്? അല്ലല്ലോ അല്ലേ? അല്ലല്ല, വളരെ നല്ല അഭിപ്രായമാണ്. വളരെ നല്ല. ഈ പിള്ളേരിൽ ആരൊക്കെ ഇരുട്ടടി ഇടിക്കാതെ നന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഞാൻ ഇരുട്ടിൽ ഇറങ്ങാറില്ല. ഈ പരിപാടി തുടങ്ങിയ പുള്ളി ഇരുട്ടത്തോടെ ഇറങ്ങാറില്ല. അങ്ങനെ എന്തെങ്കിലും വിരോധം തോന്നുന്നു പുള്ളിയോട്? എനിക്ക് നിസാമിന് സംശയമുണ്ട് ചിലപ്പോ. ഞാൻ അങ്ങോട്ട് അമേരിക്കൻ എംബസിയുടെ സെല്ലോട്ടും പോകാറില്ല കേട്ടോ. അപ്പൊ നമ്മളിതാ ഇദ്ദേഹത്തെ ഒരു പാട്ട് പാടാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ലിസ്റ്റ് എഴുതാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാണ്. നമ്മൾ ഡിഷ് പറയുന്നതിന് മുമ്പ് പാട്ട് സെറ്റാണോ? പാടിയാലോ? വിവേക്, ടേക്ക് ദ മൈക്ക്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം
സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. നന്നായിട്ട് പാടിയോട്ടോ വിവേക്, അസലായിട്ട് പാടി. താങ്ക് യു. ഞാനേ ഇത് ഭയങ്കര നമ്മളെ നൊസ്റ്റാൾജിയോട് കൊണ്ടുപോയി അല്ലേ ശരിക്കും. ഞാനേ ഷെഫേ, ഇന്ന് നമുക്കൊരു ഡിഷും നൊസ്റ്റാൾജി ഉള്ള ഡിഷുണ്ട്, അടിപൊളിയായത്. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിഷൊക്കെ ഒരുമാതിരി നൊസ്റ്റാൾജി ഉള്ള സംഭവമാണ്. ഇന്നലത്തെ മറ്റേ സ്റ്റൂ നൊസ്റ്റാൾജി. അതെ, അതെ. പക്ഷെ ആദ്യത്തെ ദിവസം നിന്ന് ഫ്രഞ്ച് ടോസ്റ്റിന് നൊസ്റ്റാൾജിയേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് സിമ്പിൾ ഡിഷ് പക്ഷേ സ്നേഹമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ല ഡിഷാണ്. ഡിഷ് ഏതാണെന്ന് പറയട്ടെ? ഉപ്പുമാവ്. ഉപ്പുമാവ്. ഇത്രയും നൊസ്റ്റാൾജിയ വേണ്ടിയിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, സോൾട്ട് മാങ്കോട്ടറി. അതെ, ഉപ്പുമാവ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നൊസ്റ്റാൾജിയ അല്ലേ? അതുകൊണ്ട് ചെറിയ രീതിയിൽ വേണം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ അവിടെ പൊടിയായി എന്ന് പറഞ്ഞാല് കുഴഞ്ഞ പരുവായില്ലാതോ. ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതാം. ഇവരുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ. ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ. നമ്മുടെ ഹോൾ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ലിസ്റ്റ് പ്രകാരം എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ലിസ്റ്റ് ഒന്ന് നോക്കണം, നല്ലതായിരിക്കും. ഇവർ എത്രത്തോളം വലുതായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ 3-4 ആയിട്ട് കാര്യത്തിലായിരുന്നു, ഇപ്പൊ നല്ല നീണ്ടു വരുന്നുണ്ടല്ലേ? ഇത് ആദ്യം ഞാൻ വായിച്ചെങ്ങനെന്നറിയാം, അങ്ങനല്ലേ വായിക്കുള്ളൂ. റവ റോസ്റ്റഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലായല്ലോ. വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എല്ലാം കിട്ടിയില്ലേ ഇപ്പോ? അതെ, അവിടെ ഒരു പാത്രത്തില് കുറച്ച് പേപ്പറുകൾ ഇരിക്കുന്നുണ്ടല്ലോ, അത് തുടരുത്. ഞാൻ വന്നിട്ട് അത് എടുക്കാം കേട്ടോ. അയ്യോ, അതെന്ത് പണി? അത് തൽക്കാലത്തേക്ക് തുടരുത്. അതാണ് പണി. അപ്പൊ കുക്ക് ചെയ്യാൻ റെഡിയാണോ? ഉപ്പുമാവൊന്നും കുളമാക്കിയാൽ മലയാളി സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് ഉപ്പുമാവ്. ഓക്കെ, നമുക്ക് എന്നാ പതുക്കെ അങ്ങോട്ട് വിട്ടാലോ? അവരവരുടെ കുക്കിംഗ് തുടങ്ങട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഓൾ ദി ബെസ്റ്റ്. മഹാഭാവി ഉപ്പ് വിടറാ. ആരും നിശ്ചയം പണി കിട്ടി. മരത്തിന് ഞാൻ പോയി നമുക്ക് ആദ്യം അതൊന്ന് തുടച്ചിട്ട് ഇനി എന്താ എന്താ മോനെ? സാധനം മറന്നു. എന്ത് എന്തോ മറന്നു കേട്ടാണ് മറന്നത്. സാധനം മറന്നു. എന്തോ മറന്നു കേട്ടായിരുന്നല്ലോ. ഉപ്പ് 3-1 കുറച്ച് തരുമോ? എന്ത് ഉപ്പ് കുറച്ച് തരാം. എന്ത്? അല്ല, ഉപ്പ് കുറച്ച് തരാനല്ല, ഉപ്പ് കുറച്ച് തരും. കുറച്ചല്ലേ, എന്തായാലും ഉപ്പില്ലല്ലോ. നമ്മൾ ആദ്യം ഓയിൽ ഉപ്പ് കൊടുക്കണോടാ. നമ്മള് അഹങ്കാരത്തിന്റെ അഹങ്കാരം കുറച്ച് പറയാം. കുറച്ച് ഉപ്പ് തരുമോ? ഉണ്ടല്ലോ, കഴിഞ്ഞ ഭയങ്കര ആഹ്ലാദമായിരുന്നല്ലോ. ആ പുള്ളി അങ്ങനെ പറയണ്ട. ഞങ്ങളുടെ ഉപ്പൊന്നും ചിലപ്പോ കൊള്ളുകയല്ലായിരിക്കും. വെറുതെ എന്തിനാ നിങ്ങളുടെ കാർ ചീത്തയാക്കുന്ന എന്തിനാന്ന്? ഇത് എന്തുവാടേ ഇത്? ഇത്ര ഹെൽപ്പ് ഞാൻ ചെയ്തു. ശല്യമാണല്ലോ. കുറച്ച് തരാം. പാത്രം നമ്മളോട് ഇനി ചോദിക്കരുത്. മതിയോ? ഇടുന്ന ഉപ്പുമാവല്ലേ? ഉപ്പില്ലാത്ത എന്ത് മാവ്? നന്ദി ഉണ്ടാവണം കേട്ടോ. മതിയോ? നന്ദി ഉണ്ടാവണം കേട്ടോ. ഇത് ടേസ്റ്റ്, ഇതിന്റെ ഉപ്പിന്റെ ടേസ്റ്റ് കിട്ടുന്ന ശേഷം 2 സ്പൂൺ ഇടേണ്ടി വരും. നാലോട്ടുള്ള. താങ്ക് യു. സംഭവം കിട്ടിയോ? അതിൽ ഉപ്പ് കുറവുള്ള ഉപ്പാട്ടോ. കുറച്ച് കോരിയും കിട്ടോ.
എന്തായി കുക്കിംഗ് തകൃതിയായിട്ട് നടക്കണല്ലേ? ഓ ഇത് തുടർന്നെന്ന് പറഞ്ഞിട്ട് തൊട്ടു അല്ലേ? അല്ല കപ്പെടുക്കാൻ വേണ്ടി ലാസ്റ്റ് ഉപ്മാവിലിട്ട് തരും. പേടിക്കണ്ട, ഇത് ഉപ്പുമാവിൽ ഇടാവുള്ളതല്ല. ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം എടുത്തേ, ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ. വെറുതെ അങ്ങനെ നമ്മൾ ഇനിയിപ്പോ കുക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കും. നിങ്ങൾ കുക്കിംഗ് നന്നായിട്ട് പഠിച്ചു, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ച് വേണം. ഓക്കേ, ഇത് വായിച്ചേ, വായിക്കേ, മുഴുവൻ വായിക്കേ. അറയിലെ ഉറിയിലെ ഉരി തൈരോ? അറയിലെ ഉരിയിലെ ഉറി അറയിലെ ഉറിയിലെ ഉരി തൈര്. അറയിലെ ഉറിയിലെ ഉരി തൈര്. ഇതൊരു 10 പ്രാവശ്യം പറഞ്ഞു. അവര് മറ്റേ അല്ല അത് പറയണ്ടേ? പറ പറ കൂടെ പറഞ്ഞു. കൂടെ പറ. എന്താ നിന്റെ ടാസ്ക്? ഇല്ലെങ്കിൽ നിന്നെ കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അയ്യോ ഇനിയിപ്പോ ലിഞ്ചുവിന് പറയാൻ ലിഞ്ചു പറഞ്ഞാലും മതി. അറയിലെ ഉറിയിലെ ഉരിത്തൈര്. അറയിലെ ഉറിയിലെ ഉരിത്തൈര്. മര്യാദക്ക് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരപ്പെട്ട അർത്ഥം മാറുന്നുണ്ട് കേട്ടോ. അറയിലെ ഉറിയിലെ ഉരിത്തൈര്. ഇനി നോക്കാതെ പറ. അറയിലെ ഉറിയിലെ ഉരിത്തൈര്. അറയിലെ ഉറിയിലെ ഉരിത്തൈര്. കറക്റ്റ്. അറയിലെ ഉറിയിലെ ഉരിത്തൈര്. അറയിലെ ഉറിയിലെ ഉരിത്തൈര്. ഉരിത്തൈര്. ഉരിത്തൈര് കറക്റ്റ്. ടാസ്കിൽ ജയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അവരിലേക്ക് പോവാം അല്ലേ? സുഖമാണോ? ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം. വെറുതെ വളരെ എളുപ്പമുള്ള സാധനമാണ് നിങ്ങൾക്ക്. ഇതാ അറിഞ്ഞോ, വായിക്കാതെ മുഴുവൻ വായിക്കും. തച്ചൻ ചത്ത തച്ച അടി പിടിക്കാതെ നോക്കാൻ കൂടി വേണം കേട്ടോ അതിനിടയിൽ. ഇത് ഉള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതല്ലേ? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ തച്ച തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ തച്ച തച്ച ചത്തയല്ല തച്ച. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ തച്ച തച്ചത്തി. ഇതാണ് പറയുന്നത് നാവ് ബീറ്റ് ബോക്സ്. തച്ചൻ തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ തച്ച. ഓ അപ്പൊ അത് ശരി. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. ഇത് മനഃപൂർവം എഴുതി തന്നവൻ എനിക്ക് എന്റെ കയ്യിൽ കിട്ടും. അയ്യോ വേണ്ട, കുറച്ച് വെള്ളം കുടിക്കുന്നു. വെള്ളം വെള്ളം കുടിച്ചു തുടങ്ങി. യോമനെ ഇത് കൊണ്ട് പറയിച്ചതിന് എനിക്ക് ഇച്ചിരി വെള്ളം കുടിച്ചു. ടെൻഷനായി പോയി. ഉപ്മ ഉണ്ടാക്കി സന്തോഷത്തിലായിരുന്നു. ബിലാനോ ഒന്ന് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഈ നമ്മുടെ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മിനറൽസ് മുഴുവൻ കളയും പല പ്യൂരിഫയേഴ്സും. ഏറ്റവും വലിയ ഗുണം മിലാനോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എസെൻഷ്യൽ മിനറൽസ് റീറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് വാട്ടർ നാച്ചുറലാണ്, ഫ്രഷ് ആയിട്ട് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യും. റെഡിയായി, സംഭവം റെഡി കേട്ടോ. ഇറക്കിക്കൂടാ. ഓ കണ്ടിട്ട് തന്നെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് സെറ്റ് ആയി കഴിഞ്ഞു അല്ലേ? അതെ, ഇവരുടെ ഡിഷുകൾ രണ്ടുപേരും ഏതാണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ടേസ്റ്റ് ചെയ്യാനുള്ള ടൈം ആവാറായി. അവർക്ക് ഇനി പ്ലേറ്റ് ചെയ്യണം, അതിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ ആ പ്ലേറ്റിങ്ങിലോട്ട് കടക്കാനുള്ള ടൈം നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരും. അപ്പോ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവേർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സൺ. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. Welcome back to Asian Bachelor's Kitchen Season 3 powered by DAC and Purcell. ഇവിടെ പ്ലേറ്റിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഷെഫിന് ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യമാണ് ക്ലെൻലിനെസ്. അതുകൊണ്ട് ഈ സ്ഥലം എല്ലാം വളരെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം പ്ലേറ്റ് ചെയ്യാൻ കേട്ടോ. നിസാമേ, ഞാൻ പറയായിരുന്നു ഇവരുടെ അടുത്ത് ഇതൊന്ന് വളരെ ക്ലീൻ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനെന്നുള്ളത്. അതെ, ഓക്കെ അല്ലേ? നിസാമേ, നമുക്ക് അപ്പുറത്തും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് അതും ഞാൻ ക്ലീൻ ചെയ്യണോ? അത് അവർ ക്ലീൻ ചെയ്തോളൂ. വാ. ഷെഫില്ലാത്ത ഗ്യാപ്പ് കിട്ടിയപ്പോ ഇതെന്താണ് ഇതിന്റെ കൊത്തി നോക്കുന്നത്? കൊത്തുപൊറോട്ടെ? അല്ലല്ല, അതെ, പൊടി പോലെ ഇരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓഹോ, അങ്ങനെ അതുകൊണ്ട് കൊത്തി നോക്കുക. അതെ, മാവാണെങ്കിലും ഉപ്മാവാണെങ്കിലും
ഉപ്പുമാവാണെങ്കിലും ഇങ്ങനെ കുറച്ച് ഉപ്പുമാവായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. അതെ, കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളത്. അങ്ങനെയുള്ള ഇഷ്ടമല്ല. ഇഷ്ടമാണ്. ഞായർ തിങ്കൾ ജോലി കൂടി അതെന്താ? കണ്ണ് വിശന്നപ്പോ നക്ഷത്രമെണ്ണി ചിക്കൻ സ്റ്റൂവും തന്നില്ല, ഫ്രഞ്ച് ടോസ്റ്റും തന്നില്ല, ഷെഫും ഇതുനും കൂടി വലിച്ചു കയറ്റി ബാക്കി ക്യാമറ ടീം മൊത്തം അടിച്ചു മാറ്റി. ഇതെങ്കിലും തിന്നട്ടെ. എടാ, അത് ഷെഫ് ടേസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. നീ ഒരുമാതിരി മറ്റേ നേതാക്കന്മാരുടെ മറ്റേ അതിന് മുമ്പ് തിന്നു നോക്കിയിട്ട് മറ്റേ അവർക്ക് വിഷം ഉണ്ടോ നോക്കണോ? തരുന്നില്ല, തരണില്ല. അതാണോ? ഒരു സാധനം തരുന്നില്ല. എവിടെ ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പഴാ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അവനെ ഭയങ്കര കംപ്ലൈന്റാ, ഇത് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. കൊള്ളാം അല്ലേ? എന്താ ഉപ്പുമാവിലുപ്പൽപ്പം കൂടി വായി വെച്ചപ്പോ നക്ഷത്രമെണ്ണി നാലാളും കൂടി ഈ പണി ചെയ്തതെന്തിനാ? ഉപ്പുമാവിന്റെ പരിപ്പിളക്കാൻ അയ്യേ. തിന്ന ഞാൻ ഇപ്പൊ പോയി വയറിളക്കാൻ. ഉപ്പ് കൂടിയെന്നാ പറയണ. എടാ നമ്മള് പറഞ്ഞ പോലെ അമ്മ ഉപ്പ് വരിട്ടടാ. അത് നമ്മുടെ തലേ വരും. അത്ര മോശമാണോ? നമ്മ വെറുതെ ഉപ്പ് പറഞ്ഞു. എന്നാ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാനുള്ള പരിപാടി. ആ നമ്മൾ ചെയ്തോളൂ. ഉപ്പുമാവെന്ന് പറഞ്ഞു. ആ എന്തുമാതിരി ഉപ്പാണ് ഇട്ടേക്കുന്നത്. പണ്ട് ആ ഷെഫ് പറഞ്ഞപ്പോ നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ അത് നമ്മള് ഇപ്പൊ സെറ്റാക്കും. ഇപ്പൊ സെറ്റാക്കുണ്ടല്ലോ. നിങ്ങളത് നിങ്ങളിൽ ശരിയാക്കി കേട്ടാ. അവരവിടെ പ്ലേറ്റിംഗ് തുടങ്ങി. ഞാൻ ഷെഫ് വരാൻ പോവാണ്. കാക്കേന്റെ ഒപ്പം നല്ലപ്പം, കിടിയന്റെ ഒപ്പം മോശപ്പം, കാക്കേന്റെ ഒപ്പം നല്ലപ്പം, കിടിയന്റെ ഒപ്പം മോശപ്പം. നല്ല ഇതായിട്ട് ഇപ്പൊ നമ്മളത് സെറ്റാക്കും. എനിക്കെന്റെ കഥകൾ വിശ്വസിക്കാനാവുന്നില്ല. ഇതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം നല്ല സെറ്റാക്കല്ലേ? കൈ കിട്ടേ, കൈ കഴിട്ട് വന്നേ. ഓക്കെ, ലൈഫ് ബോയ് ഹാൻഡ് വാഷ് 100% ജേം പ്രൊട്ടക്ഷൻ. ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം. വിവേകേ, നന്നായി ഉറച്ച് കഴിക്കോ. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടുണ്ടടാ. ഇത് ലൈഫ് ബോയ് ടോട്ടൽ 10 ഹാൻഡ് വാഷ് അല്ലേ? ഇതിൽ ആക്റ്റീവ് സിൽവർ ഫോർമൽ അടങ്ങിയിട്ടുണ്ട്. 99.9% ജെം പ്രൊട്ടക്ഷൻ. വെറും 10 സെക്കൻഡ് മതി. ടിഷ്യൂ ടിഷ്യൂ. ആഹാ, നമ്മള് എല്ലാരും പ്ലേറ്റിംഗ് കഴിഞ്ഞു അല്ലേ? ഷെഫ് ഇസ് റെഡി ടു ടേസ്റ്റ്. റെഡിയാണോ നിങ്ങളത്? ഞാൻ നേരത്തെ കഴിച്ചതാ. റെഡിയാണോ നിങ്ങളത്? ഒന്നും കൂടി ചോദിക്കാണ് ഞാൻ. റെഡിയാക്കി. റെഡിയാക്കി. ഓക്കെ, റെഡ് ടീം റെഡി? പ്ലേറ്റിംഗ് കഴിഞ്ഞിരിക്കുവാണ്. ഷെഫ് ടേസ്റ്റ് ടൈം. മണ്ണപ്പം ചുട്ടു വിളമ്പാം. അതാണ്. പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടൊക്കെയുണ്ടല്ലോ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലേറ്റ് ചെയ്യാൻ. നിങ്ങൾ എപ്പോഴും ആലോചിക്കുമ്പോൾ ഗാർണിഷിന്റെ കാര്യം കൂടി ആലോചിക്കേണ്ടതാണ് അല്ലേ? വെറും സാധനം മാത്രമല്ല. പിന്നെ പക തീർത്തതാണോ അവരോടല്ലോ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞൂടാ, നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്തോ? പുള്ളിക്ക് അത് നൊസ്റ്റാൾജി അടിച്ചതാ, വേറെ കുഴപ്പമൊന്നുമില്ല. മുളക് അടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. nostalgia അടിച്ചതിനെക്കാളും മുളക് അടിച്ചതിന്റെ പ്രശ്നം. നാട്ടിൽ പോയതാ, ഓർമ്മിച്ചതാ പഴയ. പച്ചമുളക് ഫ്രീ ആയിട്ട് കിട്ടുകയാണോ? ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ. അത് കണ്ടു നാല് വശത്ത് അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. അത് ഗാർണിഷ് ഞാൻ ഒരൊറ്റ പച്ചമുളക്. അല്ല, മുഴുവൻ അല്ലി കിടക്കണ്ടെന്നേ. അത് ഇതിന്റെ ഉണക്കമുളക് ഒറ്റ ഒരു ഉണക്കമുളക് എല്ലാം ഒറ്റ എല്ലാത്തിലും ഓരോന്നിട്ടെന്നു. എല്ലാ കൂട്ടും തന്നതല്ലേ, ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കുറ്റം പറഞ്ഞാലോ. ഞാൻ അപ്പുറത്തേ പറഞ്ഞിരുന്നു വേണ്ട. ഓക്കെ, സന്തോഷല്ലേ? ഓക്കെ, സന്തോഷമായി. നിങ്ങളെന്തോ നേരത്തെ പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി? അതെന്താ? അത് ചോദിച്ചോ, എന്താ കാര്യം? അങ്ങനെ വന്നാ പറയാൻ കാര്യം. പണ്ട് പോസ്റ്റ് ഓഫീസ് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വെളിയിരിക്കുന്നത് കാണാം. അത് വെച്ചിട്ടാ മറ്റേ ഇതെല്ലാം ഒട്ടിക്കുന്നത്. അല്ല, ഞാൻ ആക്കിയതല്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താണ്. എനിക്ക് അതിനെക്കുറിച്ച്
കളിയാക്കാൻ യാതൊരു അർഹതയില്ല. പക്ഷേ ഇത് കണ്ടാലേ എന്താ ഞാൻ പറയണ്ടേ? ഇതൊരു ചൈനീസ് ചൈനീസ് ഉപ്മാവോ അതോ സൂപ്പോ? അതെ ചൈനീസ് ഉപ്മാവ്. ആ ആണ് ആണല്ല, കുറുക്ക്. ഇത് ഞാൻ ഈ വെള്ളം കൊണ്ട് വെച്ചിട്ടില്ല, എനിക്ക് ടേസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. കൊച്ചു കുടിയാൻ അല്ലല്ല, പുള്ളി ടേസ്റ്റ് ചെയ്യട്ടെ, പുള്ളിയാണല്ലോ ഷെഫ്, നമ്മള് കോൺസ്റ്റബിൾ ആണല്ലോ. അയ്യോ, എനിക്ക് ഞാനൊരു എന്താ ചെയ്യുന്നത്? ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചില്ല. അപ്പം ചുമ്മാ ഇവരിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് കഴിച്ചപ്പോഴേ ഉപ്പങ്ങ് ചുരുക്കായിരുന്നു. ഇത് അറിയാതെ വേണതാണോ അതോ റെസിപ്പിയാണോ? റെസിപ്പിയല്ല, അറിയാതെ വേണം. നമ്മൾ ഈ ഉപ്മ ഉണ്ടാക്കുമ്പോഴേ റവ ഇടുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കണം. അപ്പൊ റവ ഇട്ടതിന് ഉപ്പ് കുറഞ്ഞു പോയോ എന്ന് പേടിച്ചിട്ട് സാധാരണ പണ്ടാരോ പറഞ്ഞു തന്നാണത്. ഈ റവ ഇടുമ്പോൾ ഉപ്പ് കുറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ വെള്ളം ഇടുമ്പോൾ തന്നെ കുറച്ച് കൂടുതലായിരിക്കണം. അത് നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റും. ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. ഇല്ല, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഉപ്മാവിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്യുന്ന വെള്ളത്തിനകത്താണ് സാറിന് ഉപ്പ് ചേർക്കാറ്. അത് കുഴപ്പമൊന്നുമില്ല, ശരിയാണെന്ന്. പക്ഷേ നിങ്ങൾ ആവശ്യത്തിലുള്ള ഒരു 1.5 കിലോ ഉപ്പിട്ട പോലെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഒരുപാട് ഉപ്പുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് പോലും വായിക്കാൻ നമ്മൾ ഇറങ്ങാൻ പറ്റില്ല. പാവപ്പെട്ട നിസാമില്ലേ ഇവിടെ ഒന്ന് കഴിച്ചിട്ട് ഓടിയോ. അവന്മാർ തന്ന ഉപ്പിനെന്തി കുഴപ്പമുണ്ടായിരുന്നു. അവർ തന്ന ഉപ്പിനായിരിക്കും പ്രശ്നം. അതാ നീ അല്ല, നിങ്ങൾ ഈ ആഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ടേസ്റ്റ് ചെയ്യാറില്ലേ? ടേസ്റ്റ് ചെയ്തു, അതാ ഞങ്ങളങ്ങനെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു. എന്നിട്ട് വെള്ളം വെച്ച് അറിഞ്ഞപ്പോഴേ വെള്ളം കൂടുതൽ വെച്ച് ഉപ്പ് കുറയ്ക്കാൻ. എന്നിട്ടും കുറഞ്ഞില്ലെന്ന് മനസ്സിലായില്ലേ? ഓ, അപ്പൊ എന്തായിരിക്കും അതിനകത്തുള്ള ഉപ്പൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ പൊന്ന് റെനിലേ, ലെനിൻ, നിങ്ങൾ വളരെ ഭയങ്കര മോശമായിട്ടോ ഉണ്ടാക്കി. എരിവൊക്കെ കറക്റ്റാണ്. അത് അവനെ കളിയാക്കാൻ പറഞ്ഞതാണല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് എരിവ്? നല്ലതാണോ? നല്ല എരിവാ. നല്ല എരിവ് നല്ലതാ. അതെ, വാ വരൂ ഷെഫേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഏതായാലും മോശവും വളരെ മോശമല്ലേ പറയാനുള്ളൂ. റിസൾട്ടേ ചോദിക്കരുത്. ഇല്ല, എനിക്ക് റിസൾട്ട് അറിയണമെന്ന് പോലും ഇപ്പൊ താല്പര്യമില്ല. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് റിസൾട്ടൊക്കെ അറിയാം. തൽക്കാലത്തേക്ക് ഞാൻ പറയട്ടെ, ഇവർക്ക് 2 പേർക്കും ഇന്ന് എന്താണെന്നറിയോ? അടുത്ത എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് 2 പേരും അവരവരുടെ ഉപ്പുമാവ് തിന്ന് നിർത്തിയിരിക്കണം കേട്ടല്ലോ. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. റെഡി? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ജീവൻ ഉണ്ടെങ്കിൽ ഈ 2 കഴിച്ചിട്ട് ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവേർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സൺ. ഈ ഡാക്കോ പേഴ്സൺ വെച്ച് നാക്ക് കഴുകാൻ ആദ്യം വാ കഴുകുക ഞാനത് തന്നെ. സത്യം. അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റുമെങ്കിൽ കാണാം. ബൈ.